മീൻ വിഭവങ്ങൾ പറയുകയാണെങ്കിൽ മീൻ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു തല്ലല്ലോ, നമുക്ക് ചെറിയ മത്സ്യങ്ങൾ മുതൽക്ക് വലിയ തരത്തിലുള്ള മത്സ്യങ്ങൾ വരെ പല തരത്തിലുള്ള മത്സ്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ മാത്രമല്ല വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് പല ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കറികളായിരിക്കും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക് മീൻ. ഇത് നമ്മൾ പൂമീനാണ് എടുത്തിട്ടുള്ളത്, അതാണ് ഇന്ന് എടുക്കുന്ന മീൻ. പിന്നെ നമുക്ക് മത്തി വറക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്ന് വാങ്ങിക്കുന്ന മീൻ, പൂമീൻ. അപ്പോൾ അതൊക്കെ അവിടുന്ന് നന്നാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മത്തി, ഇത് കഷ്ണം മീൻ തന്നെയാണ്. ഇതിപ്പോൾ ചെറിയൊരു മീൻ വാങ്ങിയിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് അതായത് കട്ട് ചെയ്തൊക്കെ അവിടുന്ന് കൊണ്ടുവന്നതാണ്. 400 ഗ്രാമിൻ്റെ അടുത്തേ ഉള്ളൂ ആ ഒരു മീൻ മാത്രം. പിന്നെ ഒരു ലേശം മത്തി വറക്കാനാണ് ഇന്ന്, പൂമീൻ കറി വയ്ക്കാനും. മത്തി പിന്നെ നന്നാക്കുകയാണ് ഇവിടുന്ന്. തല മാത്രം അതൊക്കെ പൂച്ചയ്ക്കുള്ളതാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. പിന്നെ പൂമീൻ്റെ തലയും അതും പൂച്ചയ്ക്ക് തന്നെയാണ്. കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കറിക്ക്, സാധാരണ കഷ്ണങ്ങൾ. പിന്നെ അതില്ല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നമ്മളിവിടെ വറക്കാൻ വേണ്ടി ഇവിടെ തിരുമ്പി വെച്ചു മസാല. ഇത് കറി വയ്ക്കാനും കുറച്ചേ ഉള്ളൂ. പിന്നെ പുളി പിഴിഞ്ഞ് പാരാണ്ട് നമ്മൾ കറി വയ്ക്കുന്നതായിരിക്കും. അത് ഇതിൽ പിഴിഞ്ഞൊക്കെ കുറച്ച് സമയം നിൽക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒക്കെ ആദ്യം ഇനി റെഡിയാക്കി വയ്ക്കാം. ഉള്ളിയൊക്കെ എന്നിട്ട് നുറുക്കാം. നമ്മൾ വഴറ്റിയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇത് തേങ്ങ അരച്ചിട്ടല്ല, മുളകിട്ടിട്ടാണ് പൂമീൻ കറി ഉണ്ടാക്കുന്നത്. കഷ്ണ മീൻ പോലുള്ള മീനുകളൊക്കെ മുളകിട്ടാലും നല്ല രസമാണത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ തക്കാളിയാണ്, അത് അരിയാം. ഇപ്പോൾ പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതൊക്കെ ചൂടായി വന്ന ശേഷം ഉള്ളിയും പച്ചമുളകും അത് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളി നുറുക്കിയത്, ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. ഇനി നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇനി നമ്മൾ പുളിയിൽ ഇട്ട് വെച്ച കഷ്ണങ്ങൾ കുറഞ്ഞ കഷ്ണങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ള. അപ്പോൾ അതൊക്കെ നന്നാക്കി ഇനി ആ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ മസാലയിലൊന്നുണ്ട് പുരട്ടി ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒക്കെ തന്നെ ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വേവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ ശേഷം ഒക്കെ ഒന്നെടുത്ത് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് മീൻ വറക്കുന്നത്. അപ്പോൾ അതൊക്കെ
മറിച്ചിട്ട് കൊടുക്കാം. മത്തി, കണ ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് വറുത്തത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഏതായാലും ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഒക്കെ വെന്ത് തന്നെയാണ്. അത് കോരിയെടുക്കണം. അതാ ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ ഇതാ മീൻ കറി അത് കൊടുക്കാം അമ്മയ്ക്ക്. പിന്നെ ഇപ്പോൾ മീൻ വറുത്തതും. മീൻ കറി, മീൻ വറുത്തത് ഇത് തന്നെയാണ് ഇപ്പം ഇന്ന്. ഇതും നല്ല രസമുള്ള മീൻ തന്നെയാണ്. അങ്ങനെ മുളകിട്ട് വെച്ചിട്ടേ രസമുണ്ട്. തേങ്ങ അരയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾ, പിന്നെ വേണ്ടാന്ന് വെച്ചാൽ. പക്ഷേ ഇത് നന്ന് ഇങ്ങനെ മുളകിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.